അപ്പൊ എന്തായാലും പോവാൻ തീരുമാനിച്ചു. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് തീരട്ടെ. പോയിട്ട് വന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറയാം. കിച്ചു സുധി കഴിഞ്ഞ ദിവസം ഇട്ട ഈ ഒരു വീഡിയോ നിങ്ങളിൽ ഭൂരിഭാഗം ആളുകളും കണ്ടതായിരിക്കും. വിഷമമുള്ളവരുടെ വിഷമമൊക്കെ അങ്ങ് മാറട്ടെ എന്ന്. മോനെ കിച്ചു, ഞങ്ങൾക്കാർക്കും വലിയ വിഷമമൊന്നും ഇല്ല കേട്ടോ. ഓക്കെ, ഞങ്ങളൊക്കെ അന്യര. വിഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട്, അത് നീ അങ്ങ് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഇതൊന്നും നാട്ടുകാരോട് വന്ന് ചോദിക്കേണ്ട കാര്യം ഇല്ലടാ. എങ്ങോട്ടാണ് പോകുന്നതെന്നൊന്നും കിച്ചു വ്യക്തമായിട്ട് പറയുന്നില്ലെങ്കിലും നമുക്ക് എല്ലാവർക്കും അറിയാം കിച്ചു എങ്ങോട്ട് പോകുന്നതിനെ പറ്റിയായി പറഞ്ഞിരിക്കുന്നത് എന്നുള്ളത്. കാരണം കിച്ചുവിന്റെ ഈ വീഡിയോ വരുന്നതിനും 2 ദിവസം മുമ്പെന്താന്ന് തോന്നുന്നു രേണു സുധി അവരുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ അവർ പറയുന്നുണ്ട് കിച്ചു ഇതിനായിട്ടും കാണാൻ വന്നിട്ടില്ല. രേണു അത് പറഞ്ഞതിന് ശേഷമാണ് കിച്ചുവിന്റെ ഇങ്ങനെ ഒരു വീഡിയോ വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എല്ലാവരും സംശയിക്കും ഇവൻ അങ്ങോട്ട് പോകുന്നതിനെ പറ്റിയല്ല ഈ പറയുന്നതെന്ന്. എന്നാൽ നമ്മൾ ആ സംശയം ശരിവെക്കുന്ന തരത്തിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസം കിച്ചു അവന്റെ നമ്മുടെ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റ്. അതായത് റിതപ്പൻ ഇളയ പയ്യനുമായിട്ട് നിൽക്കുന്ന ഒരു ഫോട്ടോ ഒക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ അതിനകത്തൊന്ന് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് കിച്ചു അങ്ങോട്ട് പോയിട്ടുണ്ട്. എന്തായാലും കിച്ചു ഇട്ട ഈ വീഡിയോയെ പറ്റി സംസാരിക്കാം. അതിനു മുമ്പ് അതിന്റെ അടിയിൽ വന്ന 1-2 കമന്റ്സ് ഞാൻ വായിച്ചു തരാം. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ പോയാൽ മതി, ആൾക്കാരെ ബോധിപ്പിച്ചും പോണമെന്നില്ല. എന്തായാലും നിന്നെ സമ്മതിച്ചു. എന്തായാലും നിന്റെ പെറ്റ തള്ളയെക്കാട്ടിലും എന്തുകൊണ്ടും ഭേദം രേണു തന്നെ. പെറ്റമ്മ ഉപേക്ഷിച്ച് പോയപ്പോൾ ഒരു നേരം കഴിക്കാൻ വിളമ്പി തന്നതിന്റെ നന്ദി ഉണ്ടെങ്കിൽ നാട്ടുകാരെ കാണിക്കാനല്ല പോകേണ്ടത്. അങ്ങനെ ഒരുപാട് കമന്റ് ഉണ്ട്. അവന്റെ അഹങ്കാരം വർത്തമാനം കേട്ടില്ലേ, കുറച്ച് വർഷം നിന്നെ നോക്കിയത് വെറും വേസ്റ്റായി പോയി രേണുവിന്റെ ജീവിതത്തിൽ. പ്രിയപ്പെട്ടവരെ, ഇതൊക്കെ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ നിങ്ങള്? എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒക്കെ ഇവിടെ കറങ്ങി തിരിഞ്ഞ് നടപ്പുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോക്ക് ലൈക്ക് തരിക. നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കമന്റ് ബോക്സിന്റെ തൊട്ടപ്പുറേ ഹൈപ്പ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിച്ചാൽ അതിലും അങ്ങോട്ട് ധൈര്യപൂർവ്വം ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക് വരാം. തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. രേണു സുധി അവരെ ഞാൻ ഇതിനകത്തോട്ട് വലിച്ചിഴയ്ക്കുകയോ അല്ലെങ്കിൽ അവരുടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്യുകയോ ആ പരിപാടിക്ക് ഒന്നും നിൽക്കുന്നില്ല. ഇങ്ങനൊരു വീഡിയോ കണ്ടപ്പോഴത്തേക്ക് എടാ മോനെ കിച്ചു, എടാ നാട്ടുകാരാണോ ചോദിക്കുന്നത്? നാട്ടുകാരുടെ വിഷമം മാറ്റാനാണോ നീ പോകുന്നത്? നാണമില്ലേ നിനക്കിത് പറയാൻ എന്നൊന്ന് ചോദിക്കണമെന്ന് എനിക്ക് തോന്നി. നിനക്ക് വേണമെങ്കിൽ നീ പോ, മനസ്സിലായോ? നിനക്ക് വേണമെങ്കിൽ നീ പോ. ആ പോകുന്നതും നാട്ടുകാരെ അറിയിക്കണമെന്നൊന്നും ഇല്ല. എടാ ഇതിപ്പം നാട്ടുകാരെ അറിയിക്കാനാണോ ഈ ലോകത്ത് എല്ലാ കാര്യങ്ങളും എല്ലാവരും ചെയ്യുന്നത്? ആ ഒരു തരത്തിലേക്ക് ഇപ്പൊ കാര്യങ്ങളൊക്കെ പൊക്കോണ്ടിരിക്കുന്നത്. എടാ ഇത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങൾ റിയാക്ഷൻ ചാനലുകാരാ കേട്ടോ ബെറ്റർ. കാരണം മറ്റുള്ളവന്റെ കണ്ടന്റ് എടുത്ത് റിയാക്ട് ചെയ്യുന്നതേ ഉള്ളൂ. സ്വന്തം കുടുംബത്തെ അങ്ങോട്ട് നാട്ടുകാരുടെ ഫ്രണ്ടിലോട്ട് അല്ലെങ്കിൽ അപ്പിയിടാൻ പോകുന്നത് വരെ നാട്ടുകാരെ അറിയിക്കുന്ന ഒരു പരിപാടി നമുക്കില്ല. ഇത് എന്തുവാ ഇത്? എടാ നിന്നോടൊരു പരിധി കൂടുതൽ ഞാൻ നിന്നെ സപ്പോർട്ട് ചെയ്യാനും നിൽക്കത്തില്ല. കാരണം ഈ വീഡിയോ കാണുന്ന പല ആളുകൾക്കും അറിയാത്ത പല കാര്യങ്ങളും നമുക്കറിയാവുന്നത് കൊണ്ട്, മനസ്സിലായോ? അതൊന്നും വീഡിയോയിൽ ഇരുന്ന് മൊഴിയാൻ ഞാൻ തയ്യാറല്ല. അതുകൊണ്ട് തന്നെ ഒരു പരിധി കൂടുതൽ നിന്നെ ഞാൻ സപ്പോർട്ട് ചെയ്യില്ല, പ്രത്യേകിച്ച് ഈ വിഷയത്തിൽ. എടാ നാട്ടുകാരോട് ചോദിച്ചിട്ടാണോടാ അല്ലെങ്കിൽ നാട്ടുകാരോട് പറഞ്ഞിട്ടാണോടാ? നിനക്ക് വേണമെങ്കിൽ പോയില്ലെങ്കിൽ പോകണ്ട. രേണു സുധി അവരുടെ വീഡിയോയിൽ പറഞ്ഞു. ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഞാൻ ഉൾപ്പെടെ എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ എടുത്ത് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. രേണു അവരുടെ വീഡിയോയിൽ കിച്ചുവിന്റെ പേര് വലിച്ചയച്ചപ്പോഴത്തേക്ക് അത് വേണ്ടായിരുന്നു രേണു, നിർത്ത് പോട്ടെ വിട് എന്നുള്ള രീതിയിൽ സംസാരിച്ച ഒരാളാണ് ഞാൻ. എന്ന് വെച്ചിട്ട് അവരെ അങ്ങോട്ട് വലിച്ചു കീറുവൊന്നുമല്ല. വേണ്ട, അവന്റെ കാര്യം ഇനിയും എടുത്തിടണ്ട എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് ഞാൻ. അവരത് എടുത്തിട്ടേനും ഞാനൊരു റീസൺ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർക്ക് വയ്യ, മനസ്സിലായോ? അവരുടെ ഹെൽത്ത് കണ്ടീഷൻ ഇപ്പൊ അത്രയ്ക്കും മോശമാണ്. പെയിനും അതിൻ്റെ ഇടയ്ക്കിരുന്ന് അവർ വിഷമങ്ങൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ എടുത്ത് ഇട്ടതായിരിക്കാം. അങ്ങനെ വിടാലോ, അറ്റ്ലീസ്റ്റ് നിനക്കെങ്കിലും വിടാലോ അത്. അതിന് പകരം നേരെ അടുത്തൊരു വീഡിയോ ആയിട്ട് എടാ എന്തോ നാടാ ഇത്? ആരുടെയൊക്കെയോ വിഷമം മാറ്റാൻ വേണ്ടി അവൻ പോവുകയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ആർക്കും വലിയ വിഷമമൊന്നും ഇല്ലടാ. അല്ലെങ്കിൽ ഉള്ള വിഷമം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഈ ഒരു അവസ്ഥ കാണുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. അല്ലാതെ സ്വന്തം ചോരക്കോ അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലുള്ളവർക്കോ തോന്നുന്ന ആ ഒരു സാധനമൊന്നും ആർക്കും തോന്നത്തില്ല. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? നിങ്ങൾ പറ, വീഡിയോ കാണുന്നവർ പറ, ഉണ്ടോ? ഇല്ല. കുറച്ചൊക്കെ ഒരു ഒന്നുമില്ലെങ്കിൽ 10-22 വയസ്സായി കാണത്തില്ലേ? എന്താണെങ്കിലും ഇവന്റെ ഈ ഡയലോഗിനെ പറ്റി ഓൺലൈൻ മീഡിയക്കാർ അത്യാവശ്യം ഈ ബിഗ് ബോസിലൂടെയൊക്കെ 10 പേര് അറിഞ്ഞ ആളുകളോടൊക്കെ ചോദിക്കുമ്പോൾ അവരൊക്കെ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. നിങ്ങൾക്ക് അറിയായിരിക്കും, ഈ രേണുവിന്റെ സീസണിൽ തന്നെ ഉണ്ടായിരുന്ന ഒരു നന്ദന എന്ന് പറയുന്ന, രേണുവിന്റെ സീസണിലാണോ ഉണ്ടായിരുന്നത്? വോട്ടെവർ, ഞാൻ മറന്നുപോയി, കുറച്ചായല്ലോ ഇപ്പൊ ബിഗ് ബോസ്. അപ്പൊ എന്താണെങ്കിലും നന്ദന നിങ്ങൾക്ക് അറിയായിരിക്കും. സായിയുടെയൊക്കെ കൂടെ ഉണ്ടായിരുന്ന കുഞ്ഞിപ്പെങ്ങൾ, നമ്മുടെ സീക്രട്ട് ഏജന്റിന്റെ കൂടെ ഉണ്ടായിരുന്ന. അപ്പം നന്ദന
ഒരു കാര്യം പറയുന്നുണ്ട്, നിങ്ങളത് കേക്ക്, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. നിങ്ങൾക്ക് ആർക്കും വിഷമില്ല, എന്താ നിങ്ങളുടെ വിഷമം മാറ്റാൻ ഞാൻ പോകണ്ടെന്ന് 13 വയസ്സിൽ വളർത്തി എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ നമുക്ക് എന്താണ് സത്യാവസ്ഥ നമുക്കറിയില്ല എന്താണെന്നുള്ള. കുട്ടിയെ നോക്കിയിട്ടുണ്ടോ, എന്താണ് അവര് പറയുന്നുണ്ട് നോക്കിയിട്ടുണ്ടെന്നുള്ളത്. പക്ഷെ ആ കുട്ടി പറഞ്ഞ അച്ഛന്റെ വീട്ടിലായിരുന്നു വളർന്നിട്ടുള്ളത് എന്നൊക്കെ പറയുന്നുണ്ട്. നമുക്കറിയില്ല. നമ്മൾ ഈ കാര്യം അറിയണമെന്നാണ് കൂടുതൽ കമന്റ് കാര്യങ്ങളൊക്കെ വരുന്ന കാര്യം അറിയാണ്ട് കുറെ പേര് സംസാരിക്കും. കാര്യം അറിഞ്ഞിട്ട് സംസാരിച്ച പ്രശ്നമില്ല. നമ്മളിപ്പോ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ അറിയാം, മീൻസ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ, ഇപ്പോ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരായാലും കുറെ കാര്യം അറിയാണ്ട് സംസാരിക്കും. കാര്യം അറിഞ്ഞ് സംസാരിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ. എന്നാലും കാര്യം എന്താണെന്ന് മനസ്സിലാവും, അവരുടെ ജീവിതം എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടാനായിട്ട്. അപ്പൊ ആരെയും നമ്മള് ബാഡ് കമന്റ്സ് ഒന്നും പറഞ്ഞങ്ങനെ വെറുതെ എല്ലാവരും മനസ്സിലായത്. ഇപ്പൊ വയ്യാണ്ടിരിക്കുന്ന ഒരു ചേച്ചിയല്ലേ, ആളൊന്ന് വെറുതെ വീട് വയ്യൊക്കെ മാറിയിട്ട് വീണ്ടും ആള് ആക്റ്റീവായി തുടങ്ങുമ്പോൾ നിങ്ങൾ എന്താ പറഞ്ഞോളൂ. ഓക്കെ, ഇപ്പൊ വയ്യാതിരിക്കുന്നതല്ലേ, വയ്യാഴിക മാറിയിട്ട് എന്താന്ന് വെച്ചാ പറയാനോ? എന്തോന്നാ പെൺകൊച്ചേ, വാട്ട് എ ലീവ് ഇറ്റ്. സി, കിച്ചുവിന്റെ ആ ഒരു ഡയലോഗ് മാത്രം, അതായത് വിഷമമുള്ളവരുടെ വിഷമം അങ്ങ് മാറട്ടെ എന്ന് പറഞ്ഞു. അപ്പം സി, കിച്ചുവിന് ഒരു തുള്ളി പോലും വിഷമോ ഇല്ലേ? ഇല്ല, അവന് വിഷമോ ഇല്ലെങ്കിലും നമുക്ക് അതിന്റെ പുറകിൽ നടക്കുന്ന കാര്യങ്ങളൊന്നും അറിയത്തില്ല. ഇപ്പൊ നന്ദന പറഞ്ഞ പോലെ ഇവരുടെ ഇടയ്ക്കത്തെ പ്രശ്നങ്ങൾ നമ്മൾ അതിനകത്തോട്ട് പോയി ചിക്കിച്ചകയാൻ നിൽക്കുന്നില്ല. അവരായിട്ട് പറയുന്ന കാര്യങ്ങൾ കണ്ട് അതിനെ മാത്രമേ നമ്മൾ റിയാക്ട് ചെയ്തിട്ടുള്ളൂ ഇതുവരെ. മനസ്സിലായില്ലേ? ഇപ്പോഴും കിച്ചുവിന്റെ വായിൽ നിന്ന് വന്ന ആ ഒരു ഒറ്റ ഡയലോഗ് അതത്ര ശരിയായില്ലല്ലോ. അല്ലെങ്കിൽ അത് നാട്ടുകാരോട് വൈ ടു നാട്ടുകാർ, അതിന്റെ ആവശ്യമുണ്ടോ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ. അവൻ പോകാത്തതും, വീണ്ടും ഞാൻ പറയുന്നത്, അവൻ പോകാത്തതും പോകുന്നതും ഒക്കെ അവൻ്റെ പേഴ്സണൽ ഇഷ്ടമാണ്. കാരണം നമുക്കറിയത്തില്ല ഇവരുടെ ഇടയ്ക്ക് എന്താണ് ഇത്ര വലിയ സാധനങ്ങൾ. അറിയാമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? എനിക്ക് കുറച്ചൊക്കെ അറിയാം എന്ന് വെച്ചിട്ട് ഞാനത് പറയാൻ തയ്യാറല്ല. കാരണം അത് സത്യമാണോ കള്ളമാണോ എനിക്കറിയില്ല. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ ഇരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പിടി കിട്ടിയോ? കേൾക്കുന്നതൊക്കെ വേറെ തരത്തിലുള്ള സാധനങ്ങളാണ്, പറയണ്ട കാര്യമേ ഇല്ല. സി, പക്ഷേ കിച്ചു, നാട്ടുകാരോട് ചോദിക്കേണ്ട കാര്യമില്ല. നീ ഒരു കാര്യം ചെയ്യുമ്പോൾ, എന്തൊരു കാര്യം ആയിക്കോട്ടെ, അത് നാട്ടുകാരോട് ചോദിച്ചിട്ടാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ നാട്ടുകാരിൽ കുറെ ആളുകൾക്ക് നീ ചെയ്യാൻ പോകുന്ന കാര്യം കൊണ്ട് സന്തോഷം കിട്ടാൻ പോകുന്നു, അല്ലെങ്കിൽ വിഷമം മാറാൻ പോകുന്നു എന്ന് കരുതിയിട്ട് ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? അത്രേ ഞാൻ ചോദിക്കുന്നുള്ളൂ, കൂടുതലൊന്നും ചോദിക്കുന്നില്ല. ഇനി കിച്ചുവിനെ അങ്ങോട്ട് മാറ്റി വെക്കുക. കിച്ചുവിൻ്റെ ഇഷ്ടം, അറ്റ്ലാസ്റ്റ് ഞാൻ വീണ്ടും പറയുന്നു, കിച്ചുവിൻ്റെ ഇഷ്ടം. പക്ഷേ സ്വന്തമായിട്ട് തീരുമാനിച്ച് പോകണമെങ്കിൽ പോവാ, ഇല്ലെങ്കിൽ പോകണ്ട. പിടികിട്ടിയോ? അതും ഒരു വീഡിയോ പോലെ നാട്ടുകാരോട് ചോദിച്ചിട്ട് പോകുന്ന അതിനോടെന്തോ എനിക്കങ്ങോട്ട് യോജിപ്പില്ല. പിന്നെ ഈ ഒരു വിഷയത്തിൽ പല ആളുകൾക്കും പല അഭിപ്രായമാണ് ഉറപ്പായിട്ടും. സി, ഞാൻ ചിന്തിക്കുന്ന കണക്ക് തന്നെ നിങ്ങൾ ചിന്തിക്കണമെന്ന് പറയുന്നത് തെമ്മാടിത്തരമായി പോകത്തില്ലേ? അല്ലെങ്കിൽ നിങ്ങൾ ചിന്തിക്കുന്ന കണക്ക് തന്നെ ഞാൻ ചിന്തിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുദ്ധ ബോറല്ലേ അത്? നമ്മുടെ എല്ലാവരുടെയും പേഴ്സ്പെക്റ്റീവ് ഡിഫറെൻ്റ് ആണ്. അത് മാത്രം എല്ലാവരും ഒന്ന് മനസ്സിലാക്കുക. ഇനി വേറെ പ്രധാനപ്പെട്ടൊരു കാര്യം നമുക്കറിയാം. കഴിഞ്ഞ ദിവസം ഒരു ചേട്ടൻ, നമ്മളെപ്പോലൊക്കെ ഉള്ളൊരു ചേട്ടൻ ഈ രേണുസുധയുടെ വീട്ടിൽ പോയി AC ഒക്കെ വെച്ചു കൊടുത്തു. അതിനുശേഷം തിരിച്ചു വരുന്ന വഴിക്ക് ഒരു ഇന്റർവ്യൂവിൽ കയറിയിരുന്ന് കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു. ചേട്ടൻ ഒരു രീതിയിലുമുള്ള ഒരു നാട്ടുകാരെ അറിയിക്കാൻ താല്പര്യമില്ലാത്തൊരു ചേട്ടനാണ്. പക്ഷെ അതിപ്പം ലോകത്തുള്ള എല്ലാവരും അറിഞ്ഞു കഴിഞ്ഞു. എനിക്ക് അതാണ് ചിരി വരുന്നത്. ആരെയും അറിയിക്കാനോ ഒന്നും താല്പര്യമില്ല. പിന്നെ ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങളൊക്കെ നമ്മൾ അറിയിച്ച് ചെയ്യണം. അറിയില്ല, എവിടെയെങ്കിലും ഒരിടത്ത് നിൽക്കട്ടെ. അപ്പോൾ എന്താണെങ്കിലും അങ്ങനെയുള്ള ചെറിയ കോൺട്രവേഴ്സികൾ നടക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പം ഇതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ദിവസം ലക്ഷ്മിപ്രിയയോട് ഒരു മീഡിയക്കാരനൊരു ചോദ്യം ചോദിച്ചു. ലക്ഷ്മി അതിനൊരു ഉത്തരം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ പറഞ്ഞ ആ ചേട്ടൻ ഇഷ്ടപ്പെട്ടില്ല. ചേട്ടൻ വീണ്ടും എടുത്തങ്ങോട്ട് ലക്ഷ്മിപ്രിയക്ക് ഇട്ടൊരു കൊട്ടൊക്കെ കൊടുക്കുന്നുണ്ട്. പക്ഷേ എനിക്കിവിടെ കൊട്ടാനുള്ള 2 പേരെയോ, ഒരാളെ മാത്രമല്ല. ലക്ഷ്മിപ്രിയയും ഒരിക്കലും സീക്രട്ട് ഏജന്റ് എന്ന് പറയുന്ന സായിയെ വിമർശിക്കാൻ ഒരു ആളേ അല്ല. കാരണം സായി ചെയ്തതിൻ്റെ അപ്പുറം ചെയ്ത ടീമൊക്കെയാണ് ലക്ഷ്മിപ്രിയ. സുധി എന്ന് പറയുന്ന വ്യക്തിയുടെ മരണത്തെ നല്ല രീതിയിൽ തന്നെ വിറ്റൊരു വ്യക്തിയാണ് ലക്ഷ്മിപ്രിയ, അങ്ങനെ തന്നെ പറയണം. സി, വോട്ടെവർ അവര് ചെയ്തു കൊടുത്തു കാര്യങ്ങൾ, മറ്റേ സ്പ്രേയോ മറ്റേ പരിപാടിയൊക്കെ ചെയ്തു കൊടുത്തു. പക്ഷെ അത് നല്ല രീതിയിൽ തന്നെ ഉപയോഗിച്ച ഒരു വ്യക്തി കൂടിയാണ് ലക്ഷ്മിപ്രിയ. അത് ഒരു സൈഡ് മാത്രമല്ലല്ലോ എല്ലാത്തിനുള്ള, അപ്പുറത്തൊരു സൈഡും കൂടെ ഉണ്ടല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ആ ലക്ഷ്മിപ്രിയ വന്നിട്ട് ഇങ്ങനത്തെ ഡയലോഗുകൾ ഒരു രീതിയിലും യോജിക്കുന്നില്ല. എന്താണെങ്കിലും ഇതൊന്ന് കേൾക്കും നിങ്ങൾ. ഇപ്പൊ ചിലര് വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോ അത് കണ്ടപ്പോ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവര് തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യണില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചു തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. കേട്ടല്ലോ ലക്ഷ്മിപ്രിയ,
രണ്ടുപേരെയും അപ്പുറത്തെ ഇപ്പുറത്തെയും തട്ടി വെക്കുകയാണെങ്കിൽ ഒന്ന് താന്നും മറ്റേത് പൊങ്ങി നിൽക്കത്തൊന്നുമില്ല. രണ്ടും ഒരേപോലെ നിൽക്കത്തുള്ളൂ. എനിക്ക് അത്രേ പറയാനുള്ളൂ, കൂടുതലൊന്നുമില്ല പറയാൻ. നിങ്ങൾ പണ്ട് ചെയ്തത്, രേണു നിങ്ങളോട് പറയുന്നു ആ മണം വേണം, നിങ്ങളത് മണം ഉണ്ടാക്കി അങ്ങ് സെറ്റ് ചെയ്ത് ദുബായിലൊക്കെ പോയി റെഡിയാക്കി കൊടുത്തു. ഇത് മൊത്തം നിങ്ങൾ ബ്ലോഗായിട്ട് അങ്ങ് എടുത്തു, നാട്ടുകാരെ കാണിച്ച് കാശുണ്ടാക്കാൻ. ഓക്കെ, നിങ്ങൾക്കും പൈസ വേണം, നിങ്ങൾ ചെയ്തു. അതായത് നിങ്ങൾ പുള്ളിയുടെ മരണത്തെ വൃത്തിക്ക് വിറ്റു, എന്നിട്ട് അതിനകത്തുനിന്ന് നിങ്ങൾ കൊടുത്തു. സായിയും ഏതാണ്ട് അതൊക്കെ തന്നെ ചെയ്തത്. സായി എന്ന് മാത്രമല്ല എല്ലാവരും ഇവിടെ. പിന്നെ നമ്മളാരും മറ്റേ നല്ല നന്മമരം കളിക്കാനായിട്ടൊന്നും അതിനുള്ള ഇല്ല. പിടികിട്ടിയോ ആ ഒരു കളി? അല്ലെങ്കിൽ അത് എന്തെങ്കിലും നമ്മൾ ചെയ്താൽ തന്നെ രേണുവിനോട് തന്നെ പറയും, പൊന്നു രേണു സ്റ്റോറി ഇടുവോ, ആരോടും പറയുവോ, ഒന്നും വേണ്ട, വന്നു പോയി, ഇതിവിടെ കഴിഞ്ഞു എന്നുള്ളൊരു കാര്യം പറയാനുള്ളൊരു മനസ്സുണ്ട്. ഇല്ലെങ്കിൽ അതുടനെ രേണു വേറൊരു ഓൺലൈൻ മീഡിയയെ വിളിച്ചു പറഞ്ഞിട്ട് പോകുന്ന വഴിക്ക് അവർ വിളിച്ച് അവിടെ കയറി ഇരുന്ന് പിന്നെ അവിടെ ഇരുന്നുള്ള കഥ പറച്ചിൽ അതിൻ്റെയും ആവശ്യമില്ല. പിന്നെ ചില കാര്യങ്ങൾ നാട്ടുകാരെ അറിയിക്കണമെന്ന് പറയുന്നത് എന്തിന്, വൈ? ഇപ്പം ഞാൻ എന്തെങ്കിലും ഒന്ന് കൊടുത്തു, ഞാൻ കൊടുക്കുന്ന കണ്ടിട്ട് പിന്നെ ആൾക്കാർ കൊടുക്കണമെന്ന് ചിന്തിക്കുന്നത് അതേ ശുദ്ധ ബോറ അല്ലേ? എന്തിന്? താല്പര്യമുള്ളവർ കൊടുക്കട്ടെ, അതുപോലെ. അല്ലാതെ ഞാൻ കൊടുക്കുന്ന കണ്ടിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് എന്നെ പിന്തുടർന്ന് അതെന്ത് പരിപാടിയാ അത്? എന്നെ പിന്തുടരണം ആൾക്കാർ, വൈ? എന്തിന്? ഞാൻ എൻ്റെ പെർസ്പെക്റ്റീവ് പറയുന്ന ഒരാൾ, സായിയുടെ പെർസ്പെക്റ്റീവ്, നമുക്ക് എല്ലാവർക്കും ഓരോ കാഴ്ചപ്പാടുണ്ട് ആണല്ലോ. സായി അതുകൊണ്ടാണല്ലോ സായിയുടെ പെർസ്പെക്റ്റീവിൽ വീഡിയോകൾ ചെയ്യുന്നത് അല്ലേ? അതുപോലെ തന്നെ താല്പര്യമുള്ളവർ ചെയ്യട്ടെന്നേ, അല്ലാതെ നിങ്ങളെ കണ്ടെത്തിനാ മറ്റുള്ളവർ അല്ല. അതാ എൻ്റെ ഒരു ചോദ്യം. ഈ നല്ല കാര്യങ്ങൾ ഈ കുട്ടികൾ അച്ഛനമ്മമാരെ കണ്ട് പഠിക്കും എന്നൊക്കെ പറയുന്നില്ലേ, ഓക്കെ, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷെ ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സാണ്. പിടികിട്ടിയോ? ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ആർക്കും ഇത് കേട്ടിട്ട് അങ്ങോട്ട് കുരു പൊട്ടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താണെങ്കിലും ഇനി ലക്ഷ്മിപ്രിയ ഭാഗത്തേക്ക് പോകാം. അതിനു മുമ്പ് സായി ഇതിനെപ്പറ്റി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. ഭയങ്കര ചർച്ചകളൊക്കെ നടക്കുന്ന സമയത്ത് രേണുവിനെ വെച്ച് വീഡിയോ ചെയ്ത ഇപ്പൊ സായി കൃഷ്ണ സീക്രട്ട് ഏജന്റ് എന്ന് പറഞ്ഞ ആള് 48 വീഡിയോ രേണുസുദിനെ വെച്ച് ചെയ്തിട്ടുണ്ടെന്ന്. അതിൽ നിന്ന് കിട്ടിയ വരുമാനത്തിന് ഒരു നിശ്ചിത തുക രേണുവിന് കൈമാറും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ രേണുവിനെ വെച്ച് ചെയ്ത ആൾക്കാരൊക്കെ അങ്ങനെ പൈസ കൊടുക്കാൻ എങ്ങനെയാണ് അതിനെ കാണുന്നത്? ഇല്ല, എനിക്ക് അതിനെപ്പറ്റി ആക്ച്വലി ഒന്നും പറയാനില്ല. എനിക്കത് കണ്ടപ്പം ലൈക്ക് സത്യം പറഞ്ഞ നോ കമന്റ്സ് എന്ന് പറയണം. ബട്ട് അറ്റ് ദ സെയിം ടൈം അറ്റ് ദ സെയിം ടൈം ഓക്കെ, അപ്പം എന്തോ പറയാനുണ്ട്. പക്ഷേ എനിക്കൊന്നും പറയാനില്ല. അത് ചിന്തിച്ചതാണ്. അതായത് ഞാൻ എന്ത് പറയണം? ഓക്കെ, ഞാനും രേണുസുധിയെ വെച്ച് കോണ്ടന്റ് ചെയ്തതാണല്ലോ. ഞാൻ ചെയ്ത കോണ്ടന്റ് എന്ന് പറഞ്ഞാൽ ഒരു റിയാക്ഷൻ ചാനൽ ചെയ്യുന്ന പോലെ അല്ലല്ലോ. ഞാൻ BGM-ഉം കട്ട്സും അങ്ങനത്തെ കുറേ ഇമോഷണൽ BGM-ഉം കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് വീഡിയോ ചെയ്ത ഒരാളാണല്ലോ. അപ്പോൾ ഞാൻ ഇനിയിപ്പോൾ ഒന്ന് ചിന്തിച്ചിട്ട് വേണം ഉത്തരം പറയാൻ. അല്ലെങ്കിൽ ഉത്തരം പറയണ്ട, എന്തോ ഡബിൾ മൈൻഡിൽ ഇരുന്നതാണ്. പിന്നെ തലയ്ക്ക് എന്തോ പെട്ടെന്ന് കത്തിയപ്പോഴാണ് പറയാം എന്ന് പറഞ്ഞിട്ട് ബാക്കി കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി. പിന്നെ ഇപ്പൊ ചിലർ വീഡിയോ ഇട്ടു, അതുപോലെ തന്നെ ചിലരൊരു അവരിട്ട വീഡിയോയിൽ നിന്ന് ഒരു തുക കൊടുത്തു എന്നൊക്കെ പറയുമ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു ചിരിയാണ് വന്നത്. 2 വർഷങ്ങൾക്ക് മുമ്പ്, പക്ഷെ ഇപ്പൊ ഞാനത് പറയാൻ പാടില്ല, എന്നോട് ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയാണ്. 2 വർഷങ്ങൾക്ക് മുമ്പ് രേണു പറഞ്ഞിട്ടാണ് ഞാനൊരു പെർഫ്യൂം കൊണ്ടു കൊടുത്തത്. ഇപ്പം ഈ വീട്ടിൽ പോയി കണ്ട വ്യക്തി അല്ലെങ്കിൽ വീഡിയോസ് ഇട്ട വ്യക്തികൾ അവർ തന്നെ പറയുന്നുണ്ട്, ഞാൻ പേരൊന്നും മെൻഷൻ ചെയ്യാനില്ല, അവർ തന്നെ പറയുന്നുണ്ട് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് തന്നെ ചെയ്യണം. ഇത് തന്നെ ഞാനും ചെയ്തിട്ടുള്ളൂ. ദാറ്റ്സ് ഇറ്റ്. ഓക്കെ, അങ്ങനെ എന്തായാലും എല്ലാവരുടെ പ്രാർത്ഥനയിലും എന്താ പറയാ, രേണുവിനെ ചേർത്ത് പിടിക്കാന്ന് മാത്രമേ പറയാനുള്ളൂ. പക്ഷേ രേണുവിനെ ചേർത്ത് പിടിക്കണം വേണ്ടാന്ന് ഞാൻ പറയുന്നില്ല. ഞാൻ തന്നെയാണ് പറഞ്ഞത് ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ച് ചെയ്യണം. അത് ചില കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയുടെ കുറേ കാര്യങ്ങൾ കണ്ട് അറിയിച്ച് ചെയ്തിട്ട് അത് കുറേ വീഡിയോ ആക്കിയിട്ട് ആ സാധനമല്ല ഞാൻ പറഞ്ഞത്. ഒരു വ്യക്തിയുടെ ഒരവസ്ഥയിൽ ആ വ്യക്തിക്ക് ബെനിഫിറ്റ് ആവുന്ന രീതിയിൽ ഒരു കാര്യം. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്. പക്ഷേ രേണുസുധിയുടെ കേസിൽ എന്താണ് ഉണ്ടായത്? ഫസ്റ്റ് ബാക്കി കേൾപ്പിക്കാമേ. സായി ചേട്ടാ, ഇവിടെ തന്നെ തീർന്നു. ഒന്നാമത്തെ കാര്യം, ഒരാളുടെ കുറേ കാര്യങ്ങൾ അറിയിച്ച് വീഡിയോ ചെയ്താലും ലക്ഷ്മി ചെയ്തത് അതാണ്. ലക്ഷ്മി ആ ഒരു പെർഫ്യൂമിൻ്റെ പരിപാടി രേണു പറഞ്ഞത് അത് മറ്റേ ഒരു വലിയ സായി പറയുന്നത് പോലെ പല ആംഗിളിൽ നിന്ന് മറ്റേ ഷോട്ടുകൾ എടുത്ത് മറ്റേ പെർഫ്യൂം ദുബായിൽ പോയി ഉണ്ടാക്കി ഇവിടെ വന്ന് കൊടുക്കുന്നു, പിന്നെ മറ്റേ ഷർട്ട് മേടിക്കുമ്പോൾ മണത്തുകൊണ്ട് കരയുന്നു, ഇങ്ങനെയുള്ള പല സാധനങ്ങളുണ്ട്. അവർ പല ആംഗിളിൽ വെച്ച് ആ സാധനം എടുത്ത് അതിനെ വിറ്റ് കാശുണ്ടാക്കിയതും നമ്മളൊക്കെ ഇപ്പൊ ഈ ലൈറ്റിൽ ഇവിടെ ഇങ്ങനെ ഇരുന്ന് വീഡിയോ ചെയ്യുന്നതും അല്ലെങ്കിൽ ചേട്ടൻ കാറിൽ ഇങ്ങനെ ഇരുന്നുകൊണ്ട് വീഡിയോ ചെയ്യുന്നതും എല്ലാം ഏതാണ്ട് ഒരുപോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അവര് പല കട്ടും മറ്റേ തേങ്ങയൊക്കെ കയറ്റുന്നതേ ഉള്ളൂ. നമുക്കതിന്റെ ആവശ്യമില്ല. നമുക്കിങ്ങനെ ഇരുന്ന് സംസാരിച്ച പരിപാടി കഴിഞ്ഞു. അതുകൊണ്ടല്ലേ ഉള്ള കാര്യം ഞാനങ്ങ് പറയുക. ചിലപ്പോൾ കേൾക്കുന്നവർക്കും ചിലപ്പോൾ ദേഷ്യം വരും, എന്നാലും പറയുക. സത്യം ഇതാണ്
അല്ലേ? ഞാൻ എൻ്റെ കഞ്ഞി തന്നെ മണ്ണ് വാരി ഇടുന്നതൊക്കെ ഉണ്ടോ? പക്ഷെ ഉള്ള കാര്യം പറയണമല്ലോ. എല്ലാം എനിക്ക് ഏതാണ്ട് ഒരേപോലെ ആയിട്ടാണ് തോന്നുന്നത്. അവർക്ക് അങ്ങനെ ചെയ്യാൻ ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ കുറച്ചും കൂടെ ഒരു കളർഫുൾ ബ്യൂട്ടിഫുൾ പരിപാടിയാണ് അവർ ചെയ്യുന്നത്, അതുകൊണ്ട് അവരങ്ങനെ ചെയ്തു. നമ്മളിരുന്ന് ക്യാമറയുടെ ഫ്രണ്ടിൽ ഇരുന്ന് കാര്യങ്ങൾ പറയുന്നു. എല്ലാം ഏതാണ്ട് ഒരേപോലെ ആ ചേട്ടാ. പിന്നെ ഓരോരുത്തരുടെ പേഴ്സ്പെക്റ്റീവാ. ബാക്കി കേൾക്കണേ. ലക്ഷ്മി നക്ഷത്രയുടെ വീഡിയോ വന്നത് ഞാൻ കണ്ടത് ഭയങ്കര കരച്ചിലാണ്. അയ്യോ ഒടുക്കത്തെ കരച്ചിൽ. അതിന് കമൻറ്റ് ബോക്സ് ഫുള്ള് ലക്ഷ്മി നക്ഷത്രയ്ക്കെതിരായിരുന്നു. ഞാൻ എൻ്റെ ഓർമ്മയിലുള്ളത് ഞാനത് കോണ്ടന്റ് ആക്കിയിട്ടുണ്ട്. ഞാനത് ചോദിച്ചിട്ടുണ്ട്, ആ വ്യക്തിന് ഇമോഷൻ ഇങ്ങനെയാണ് പറഞ്ഞത്. അവർക്ക് ചാനലിൽ കൊണ്ടുവന്ന് അതൊരു വീഡിയോ ആക്കി അല്ലെങ്കിൽ ആ രീതിക്ക് ചെയ്യാനുള്ള താല്പര്യം കൊണ്ടായി. അത് ആ വ്യക്തിയെ റിമെമ്പർ ചെയ്യുകയാണ്. സുധി എന്ന് പറഞ്ഞ വ്യക്തിയെ റിമെമ്പർ ചെയ്യുകയാണ്. അപ്പോൾ അവർക്കൊരു യൂട്യൂബ് ചാനലുള്ളതുകൊണ്ട് അത് അവരവിടെ പറഞ്ഞു. ഞാനതൊന്നും എടുത്ത് വെച്ച് ക്രിട്ടിസൈസ് ചെയ്തിട്ടില്ല. ഇതാണ് തുടക്കം. ലക്ഷ്മി നക്ഷത്രയുടെ തുടക്കം അവിടുന്നാണ്. സുധി കൊല്ലം രേണു സുധി എന്ന് പറഞ്ഞ കോണ്ടന്റിൻ്റെ. അപ്പോൾ ഞാൻ അന്ന് വളരെ പേഴ്സണലായിട്ട് എനിക്ക് ഈ നിങ്ങളുടെ സർക്കിളിലുള്ള ഒരുപാട് പേര്, കൊല്ലം സുധിയായിട്ട് ബന്ധപ്പെട്ട ലക്ഷ്മി നക്ഷത്രയെ പോലെ ബാക്കി ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് അറിയാം. അവരൊക്കെ അന്ന് ഞാൻ ഈ പറഞ്ഞ ലക്ഷ്മി നക്ഷത്രത്തെ സപ്പോർട്ട് ചെയ്തപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, നിനക്ക് അവളെ അറിയില്ല, ഞങ്ങളൊക്കെ കൊല്ലം സുധീൻ്റെ ഫ്രണ്ട്സാണ്. ഇവൾ ഈ വന്ന് കാണിക്കുന്ന കണ്ണീരും ഈ വന്ന് ഒലിപ്പിക്കുന്ന ഈ സ്നേഹമൊന്നും അല്ല സുധി ജീവിച്ചിരുന്ന റിയൽ ലൈഫിൽ ഇവൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലെങ്കിൽ ഇവളിതൊന്നും അല്ല. ഇവൾ സുധിയെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത, ഒരുപാട് കാര്യങ്ങളിൽ ഒപ്പം നിന്ന ആളുകളാണ് ഞങ്ങൾക്ക് വേണമെങ്കിൽ ഇതേപോലെ വന്ന് കരഞ്ഞ് ആളുകളുടെ മുന്നിൽ സെൻറ്റിമെൻറ്റ്സിന് വന്ന് ഇട്ട് കൊടുക്കായിരുന്നു. അല്ലെങ്കിൽ അങ്ങനെ നിന്നിട്ട് നമുക്ക് എന്തായിരുന്നു ഒരു സാധനം ക്രിയേറ്റ് ചെയ്തെടുക്കായിരുന്നു. അപ്പോൾ ഇവളുടെ ഇൻറ്റൻഷൻ എന്താണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് അന്ന് എന്നോട് പേഴ്സണലി സംസാരിച്ച ഒരുപാട് പേരുണ്ട്. ഓക്കെ, എന്നിട്ടും എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്തായിരുന്നു അന്ന്, നിങ്ങൾ എന്തിനും ബ്ലെയിം ചെയ്യണം. നിങ്ങളുടെ ചാനലുണ്ട്, മോണിറ്റൈസേഷൻ ഓണാക്കി അത് കരഞ്ഞ് അതിന് കാശുണ്ടാക്കി അത് ബാക്കിയുള്ളവർക്ക് കാണുമ്പോഴാണ് വിഷയം. പക്ഷേ ആസ് എൻ കോണ്ടന്റ് ക്രിയേറ്റർ, ആസ് എ യൂട്യൂബർ, അതൊരു കോണ്ടന്റാണ് നിങ്ങൾ ചെയ്തു. എനിക്കതിനപ്പുറം നിങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യേണ്ടിയിരുന്നില്ല. ഈ തുടക്കത്തിൽ നിന്നാണ് ഞാൻ രേണു സുധി, ലക്ഷ്മി നക്ഷത്ര, കൊല്ലം സുധി ഈ ലൂപ്പിലേക്ക് ഞാൻ എൻ്ററാവുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ നിങ്ങളെ ക്രിട്ടിസൈസ് അല്ല ചെയ്തത്. ഞാൻ നിങ്ങളെ നിങ്ങൾ എന്തിന് പറയണം, കമന്റ് ബോക്സിൽ എന്തിന് ഹേറ്റ് കൊടുക്കണം എന്നുള്ള സാധനം ചോദിച്ചിട്ടാണ് ഞാൻ തുടങ്ങുന്നത്. ഇത് കഴിഞ്ഞു വന്ന നിങ്ങളുടെ വീഡിയോ. ഓക്കെ, അപ്പം ഞാനൊരു പ്രവൃത്തി എനിക്ക് തോന്നിയിട്ട് ഞാൻ ചെയ്തു. ഓക്കെ, എനിക്ക് തോന്നിയിട്ട് ആ പ്രവൃത്തി കണ്ടിട്ട് അവരുടെ ഈ അവസ്ഥയിൽ ആരെങ്കിലും, ഞാൻ നാട്ടിലെ എല്ലാവരോടും അല്ല പറഞ്ഞത്, വീഡിയോ ചെയ്ത ആരെങ്കിലും എന്ന് പറഞ്ഞിട്ട് ഒരു കാര്യം പറഞ്ഞത്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഈ കൊല്ലം സുധി വീഡിയോ ഇട്ട് കരഞ്ഞതിന് ശേഷം ഞാൻ കണ്ടത് ഒരുപാട് വീഡിയോസാണ് ചെയ്യാൻ. ഓക്കെ, നിങ്ങളിതൊരു പെർഫ്യൂമിൻ്റെ കാര്യം മാത്രം പറഞ്ഞിട്ടാണ് ഈ ഓൺലൈൻ ചാനലുകാരോട് സംസാരിച്ചത്. മാതി ഞാനൊരു കാര്യം പറയട്ടെ ചേട്ടാ. ചേട്ടൻ കാണിച്ചതിൻ്റെ പേരിൽ ഇവിടെ ഒരാളും വീഡിയോ ചെയ്യുന്ന ആരെങ്കിലും പൈസ കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ അങ്ങനെ കൊടുത്താൽ തന്നെ അത് ചിലപ്പോൾ നിങ്ങൾ പോലും അറിയണമെന്നില്ല. മനസ്സിലായോ? കാരണം എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ രേണുവിനോട് ഫസ്റ്റ്, അല്ലെങ്കിൽ രേണുവിന് വയ്യ, വേണ്ട ആ പേരേ ഇടുന്നില്ല, അവരുടെ കുടുംബത്തിലെ ആരോടാണെങ്കിലും ആർക്കെങ്കിലും കയ്യിലോട്ട് കൊടുക്കുമ്പോൾ ആരും അറിയണ്ട, ഒരാളും അറിയണ്ട. ഇത് എൻ്റെ ഒരു സന്തോഷത്തിന്, മനസ്സിലായോ, ചെയ്തു, അവിടെ കഴിഞ്ഞു, ഒരാളും അറിയണ്ട എന്ന് പറഞ്ഞ് മാത്രമേ ചെയ്യത്തുള്ളൂ. എന്ന് വെച്ചിട്ട് എൻ്റെ ഒന്നും ഇല്ല ചേട്ടാ നിങ്ങളെപ്പോലൊന്നും എടുത്ത് കൊടുക്കാനായിട്ട്. ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ, മനസ്സിലായോ? ഇപ്പം ആരെങ്കിലും ചെയ്യുന്നവരുടെ കാര്യമോ പറഞ്ഞു, ആരെങ്കിലും ചെയ്യുകയാണെങ്കിൽ അങ്ങനെ അങ്ങ് ചെയ്തു പോയാൽ പോരെ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്തു പോകുന്നവർ കാണും. ഇനിയിപ്പോൾ പറയാൻ പറ്റത്തില്ല. എനിക്ക് തോന്നിയാൽ എന്തെങ്കിലും എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഒരാളും അറിയത്തില്ല. അതിൻ്റെ ആവശ്യം എന്താ? ഞാൻ ചെയ്യുന്ന കണ്ട് എന്നെ പോലെ മറ്റുള്ളവർ ചെയ്യണം, അതൊരുമാതിരി, അതിൻ്റെ ആവശ്യമില്ല. അവരവരുടെ ഇഷ്ടത്തിന് ചെയ്യട്ടെ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന്. ഞാനൊക്കെ അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ്, അല്ലാതെ എന്നെ കണ്ട് 10 പേര് വരണം, ഒരാവശ്യവും ഇല്ല. ഉണ്ടോ? എന്തിന്? അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനിത് എൻ്റെ അഭിപ്രായമാണ് പറയുന്നത്. എനിക്ക് എൻ്റെ അഭിപ്രായം പറയാൻ ഞാൻ ആരെങ്കിലും പേടിക്കണോ? അതുപോലെ തന്നെ ലക്ഷ്മി നക്ഷത്ര പല ആംഗിളിൽ നിന്ന് എടുത്ത് വെച്ചിട്ട് കഥ പറഞ്ഞ് കാശുണ്ടാക്കുന്നതും നമ്മളൊക്കെ ഈ ഇരുന്ന് നമ്മൾ പിന്നെ അതിനകത്ത് ആ ചെയ്യുന്നതിനകത്തെ ഒരു തെറ്റ് സൈഡ് ഉണ്ടെങ്കിൽ അതിനെപ്പറ്റി പറയുന്നു. പക്ഷെ ഇപ്പം സായി എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് ഒരിക്കലും സായിയുടെ ഒരു ഭാഗം വളരെ നല്ല രീതിയിൽ അങ്ങോട്ട് പുട്ടിയിട്ട് അടിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അപ്പുറത്തൊരാളെ കുറ്റം പറയുന്ന കണക്കാണ് എനിക്ക് തോന്നുന്നത്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. മനസ്സിലായോ? അതിനോട് ഞാൻ യോജിക്കുന്നില്ല ഒരു കാരണവശാലും. കാരണം ഒരു ഇൻ്റർവ്യൂ പെട്ടെന്ന് ഇന്ന് രാവിലെ അങ്ങോട്ട് പ്ലാൻ ചെയ്ത് ഉച്ചക്കത്തേക്കോ അല്ലെങ്കിൽ വൈകുന്നേരത്തേക്കോ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്. പക്ഷെ അത് വളരെ ചുരുക്കമാണ്. കാരണം അത് ഭയങ്കര റഷി പരിപാടിയാണ്. അത് സാധാരണ ഒരു ഇൻ്റർവ്യൂ എനിക്കറിയാം, ഒന്നുകിൽ തലേദിവസം പ്ലാൻ ചെയ്യും, അല്ലെങ്കിൽ 2 ദിവസം പ്ലാൻ ചെയ്യും, 2 ദിവസം മുമ്പേ പ്ലാൻ ചെയ്യും. പിടികിട്ടിയോ? ഇനിയിപ്പോൾ അങ്ങനെ ഒരു ഇൻ്റർവ്യൂവിന് സായി വന്നിരിക്കുമ്പോഴേ സായിക്ക് അറിയാം ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. പ്രത്യേകിച്ച് ആ ഇൻ്റർവ്യൂവിൽ പറയുന്നുണ്ട്, ആ ഇൻ്റർവ്യൂവറെ രേണു വിളിച്ച് പറഞ്ഞിട്ടാണെന്നൊക്കെ അവർ പറയുന്നു. നമുക്കറിയില്ല സത്യം എന്താണെന്ന്. എന്തു ആയിക്കോട്ടെ, വരുന്ന ക്വസ്റ്റ്യൻസ് പറഞ്ഞു കൊടുക്കും തുടക്കത്തിൽ. ഈ രേണുവിൻ്റെ കേസ് ചോദിക്കും എന്ന് സായിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സായിക്ക് തുടക്കത്തിലേ പറയാം, എന്തിനത് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ സായി തന്നെ പറയുന്നൊരു പോയിന്റും ഉണ്ട്, ആൾക്കാർ അറിയണം, ചില കാര്യങ്ങൾ നമ്മൾ അറിയിച്ചുകൊണ്ട് ചെയ്യണം.
എനിക്കത് മനസ്സിലാവുന്നില്ല. ഓക്കെ, ചില കാര്യങ്ങൾ അറിയിച്ചുകൊണ്ട് ചെയ്യണം, പക്ഷെ ഒരാളെ സഹായിച്ചതിൻ്റെ അതിനും സൈഡ് എക്സ്ക്യൂസ് ഞാൻ ചെയ്യുന്ന കണ്ടിട്ട് വേറെ ആൾക്കാർ അറ്റ്ലീസ്റ്റ് വീഡിയോ ചെയ്തവർ വന്ന് അതെന്ത് പരിപാടിയാണോ? തന്നെ കണ്ടിട്ട് എന്തിനാ ഞങ്ങൾ ചെയ്യുന്നത്? ഞങ്ങൾക്ക് ആർക്കും എന്താ തന്നെ ചെയ്യാൻ അറിയത്തില്ലേ? അല്ല, മനസ്സിലാവുന്നില്ല. എല്ലാം നിങ്ങൾക്കേ അറിയത്തുള്ളൂ. അല്ല, അങ്ങനെയാണോ ചിന്തിക്കുന്നത്? എല്ലാം നിങ്ങൾക്കേ അറിയത്തുള്ളൂ. നിങ്ങൾ പറയുന്നത് പോലെ, നിങ്ങൾ ചെയ്തതുപോലെ പുറകെ വരുന്ന അല്ലെങ്കിൽ വന്നുകൊണ്ടിരിക്കുന്ന റിയാക്ഷൻ ചാനലുകാർ ചെയ്യണം. അത് വേണ്ട ചേട്ടാ. ഞങ്ങൾക്കും എല്ലാം സ്വന്തമായിട്ടുള്ളൊരു സാധനമുണ്ട്. അതിൽ നിന്ന് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്തോളാം. നിങ്ങൾക്ക് പറയാം, സ്റ്റോറി പറയുന്ന കൂട്ടത്തിൽ ഇത് വേണമെങ്കിൽ എടുത്തിടാം. അല്ലാതെ ശരിക്കും ചിന്തിക്കരുത്. എല്ലാവരും നിങ്ങളുടെ പുറകെ നിങ്ങൾ ചെയ്യുന്ന കണ്ട് നമുക്ക് ബാക്കി കേൾക്കാം. അപ്പം ഇപ്പൊ ഈ ഒരു ചോദ്യത്തിനും ചിലപ്പോ വരും, ഞാൻ കണ്ടന്റ് ആക്കിയിട്ടില്ലേന്ന്. പക്ഷെ രേണു പറഞ്ഞ കാര്യമാണ്, എന്നോട് പറഞ്ഞ കാര്യമാണ്. ചിന്നു സ്റ്റാർ മാജിക്കിലെ പലരോടും പറഞ്ഞു, പക്ഷെ എനിക്കൊരു പെർഫ്യൂം കിട്ടിയില്ല, ഒന്ന് ചെയ്തു തരുമോ? അത് പലർക്കും അറിയില്ല, അതുകൊണ്ടാണ് അതൊരു കണ്ടന്റ് ആക്കിയത്. അപ്പോ അതിന് പക്ഷെ ഞാൻ കേൾക്കാത്ത പഴികളില്ല, മനസ്സിലായോ? അപ്പോ സായി ബ്രോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. ലക്ഷ്മിപ്രിയ സപ്പോർട്ട് ചെയ്യണമെന്ന് ആരും വിചാരിക്കരുത്, അത് നടക്കത്തില്ല. പക്ഷേ ലക്ഷ്മിപ്രിയ എന്ന് പറയുന്ന വ്യക്തി ദുബായിൽ പോയി ഒരു പെർഫ്യൂമൊക്കെ ചെയ്തുകൊണ്ട് ഇവർക്ക് തിരിച്ചു കൊടുത്തു. ചെലവില്ലേ ഇതിന്? ചെലവില്ലേ? അല്ല, ഈ ചെലവ് നടത്താനായിട്ട് പൈസ വേണ്ടേ? അവരും അതുകൊണ്ടാണ് ആ വ്യക്തി എടുത്ത ആ സമയത്ത് വിറ്റത്, അല്ലേ? അല്ല, എനിക്കിപ്പോൾ അങ്ങനെ തോന്നുന്നു. ചെലവില്ലേ? അതുകൊണ്ടായിരിക്കും അവർ ചെയ്തത്. ഇപ്പം നമ്മൾ എത്രയൊക്കെ ഇരുന്ന് ചേട്ടൻ്റെ ഈ ഒരു കേസ് വന്നപ്പോൾ ചേട്ടൻ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടല്ലോ. അത് അങ്ങനെ കട്ട്സ് ഇട്ട് ഷോർട്സ് ഇട്ട് ഞാൻ അങ്ങനല്ല ചെയ്യുന്നത് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. നമുക്കതിൻ്റെ ആവശ്യമില്ല. അവർക്ക് പോയി ദുബായിലൊക്കെ പോയി സാധനം ചെയ്യണമെങ്കിൽ അവർക്കും പൈസ വേണം. അവർ ആ വീഡിയോയ്ക്കകത്തൂടെ അവർ വിറ്റു. എല്ലായിടത്തും കച്ചവടം, മനസ്സിലായോ? അരി എന്നല്ലേ പറയുന്ന, അതാണ് ബേസിക്. പിന്നെ എന്താണ് ഒരു ക്രെഡിബിലിറ്റി എന്ന് ഞാൻ പറയുന്നില്ല, 10 പേരുടെ ഫ്രണ്ടിൽ എന്തോ സാധനം ആണ് എൻ്റെ പുറകെ എല്ലാവരും വരണം, ആ ഒരു മൂടൊക്കെ വീട് കേട്ടോ. അതൊക്കെ കഴിഞ്ഞു. അതൊക്കെ വളരെ മോശമായിട്ടുള്ളൊരു പരിപാടിയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇത് ഈ യൂട്യൂബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എടുത്തിരിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അന്നം, ദാറ്റ്സ് ഓൾ, അത്രേ ഉള്ളൂ. അതിനുവേണ്ടി കാണിക്കുന്ന കുറേ പരിപാടികൾ, കുറച്ച് നമ്മുടെ അഭിപ്രായങ്ങൾ, ചില ടോപ്പിക്കുകൾ വരുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ പറയുന്നു, പോകുന്നു. പിന്നെ ചില വിഷയങ്ങൾ അത് സമൂഹത്തിന് തെറ്റാണെന്ന് തോന്നുമ്പോൾ അതിനെപ്പറ്റി നമ്മൾ കുറച്ചും കൂടെ അന്വേഷിച്ച് എടുത്തു വെച്ച് അലക്കുന്നു. പിടികിട്ടിയോ? ഇപ്പോൾ അമ്മ എന്ന് പറയുന്ന താരസംഘടനയായിട്ട് ഞാൻ കുറച്ചായിട്ട് ചെയ്യുന്ന വീഡിയോ, കുറച്ച് സത്യങ്ങൾ ഞാൻ അറിയുന്നത് കൊണ്ട് അത് നിങ്ങളെ അറിയിക്കുന്നു. ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ഓക്കെ. പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് ചില ആളുകളുടെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, നമ്മളെ വെളുപ്പിക്കാൻ വേണ്ടി കിടന്നുകൊണ്ട് കാണിക്കുന്ന പരിപാടി, അതിനോടെന്തോ എനിക്ക് യോജിപ്പില്ല. തെറ്റുകൾ പറ്റാത്ത മനുഷ്യരുണ്ടോ? അബദ്ധങ്ങൾ പറ്റാത്ത മനുഷ്യരില്ല. ഉള്ള കാര്യം വിളിച്ച് പറയുക, പോവുക, ദാറ്റ്സ് ഓൾ. അല്ലാതെ കൂടുതൽ കിടന്ന് ഇങ്ങനെ തിരിഞ്ഞ് മറിഞ്ഞ് അതാണ് കൂടുതൽ പ്രശ്നമായിട്ട് മാറുന്നത്. വീണ്ടും ഞാൻ പറയുന്നു, എൻ്റെ അഭിപ്രായമാണിതെല്ലാം. ഓക്കെ. ഇനി കഴിഞ്ഞ ദിവസം നമ്മുടെ ബിനു അടിമാലി, പുള്ളിയെ ഒരു ഓൺലൈൻ മീഡിയക്കാരൻ കണ്ടപ്പോഴത്തേക്ക് എന്തോ ഒരു പരിപാടിക്കാണ് അവിടെ വെച്ച് ബിനു അടിമാലിയോട് ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. നമുക്ക് അതും കൂടി ഒന്ന് കേൾക്കാം. വിളിച്ചോ അല്ലെ കണ്ടോ? വിളിച്ചായിരുന്നു. ഞങ്ങള് ഇന്നലെ കൂടെ ഇന്നലെ വിളിച്ചപ്പോ ഞാൻ ICUലാന്ന് പറഞ്ഞത്. അല്ല, സീരിയസ് ആയിട്ടല്ല, വോമിറ്റിങ്ങും അതൊക്കെ ഉള്ളതുകൊണ്ട് ക്ഷീണം കാരണം കൊണ്ട് ICUലാന്ന് പറഞ്ഞു. അതേ വൈഫ് ഞാൻ ഇങ്ങനെ കൂടി വിളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങള് കാണാൻ ചെല്ലാൻ വേണ്ടിട്ട് വിളിച്ച, പക്ഷെ ചേച്ചിയാ ഫോൺ എടുക്കുക. കഴിഞ്ഞ ദിവസം നിങ്ങളെല്ലാവരും കണ്ടു കാണും. ഇത് മാത്രം മതി, കൂടുതൽ ഇനി കുറച്ചും കൂടെയൊക്കെ പുള്ളി പറയുന്നുണ്ട്, വേണ്ട. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ ദിവസം ഞാനത് കാണിക്കാൻ കാരണം, കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റർ ഒരുപാട് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. രേണുസുതി ICUലാണ്, തീരെ വയ്യ എന്നൊക്കെ പറഞ്ഞ്. ഞാനും അതിനെപ്പറ്റി തിരക്കിയിട്ടുണ്ടായിരുന്നു. തിരക്കിയപ്പോൾ അറിയാൻ സാധിച്ചത് അവർക്ക് പെട്ടെന്ന് എന്തോ വയ്യാതായിട്ട് ICUയിൽ കൊണ്ടുവന്നതാണ്. അവരിപ്പോൾ ഓക്കെ ആയി അവരെ വീട്ടിലേക്കൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ ഫേക്ക് ന്യൂസ്, ഫേക്ക് പോസ്റ്റുകൾ അടിച്ച് ഇറക്കി വിടാതിരിക്കുക. പിന്നെ ഇപ്പോൾ അവരുടെ യൂട്യൂബ് ചാനൽ വരുന്ന വീഡിയോകൾ അവർ കുറച്ച് മുമ്പേ തന്നെ എടുത്തു വെച്ചിരിക്കുന്ന കുറേ വീഡിയോകളുണ്ട്. അതാണിപ്പം ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നാണ് അറിയാൻ സാധിച്ചത്. വയ്യ അവർക്ക്, പ്രാർത്ഥിക്കുക. ഞാൻ വീണ്ടും പറയുന്നു, പ്രാർത്ഥിക്കുക. അത് ഇപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ബേസിക്കലി ചെയ്യാൻ പറ്റുള്ളൂ, അല്ലേ? അത്രേ ഉള്ളൂ. പിന്നെ അവർ പൈസ ഉണ്ടാക്കിയിട്ടുണ്ട്, നമ്മളെല്ലാവരും. കാരണം നമ്മളെല്ലാവരും റിയാക്ട് ചെയ്യുന്ന ആളുകൾ പലരും റിയാക്ട് ചെയ്ത് അവർക്ക് നെഗറ്റീവ് റീച്ച് ആണെങ്കിലും അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഞാൻ എപ്പോഴും എൻ്റെ മനസ്സിനെ സമാധാനിപ്പിക്കുന്ന അങ്ങനെ. പിടികിട്ടിയോ? നെഗറ്റീവ് റീച്ച് ആണെങ്കിലും അവരെ 10 പേര് അവർ നല്ല രീതിയിൽ അതിനകത്തുനിന്ന് അവർക്ക് ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. കൂടുതലായിട്ട് ഞാൻ ആ ഒരു പോർഷനിലേക്ക് പോകുന്നേ ഇല്ല. അവർ ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നൊരു കാര്യം നമ്മളെ കൊണ്ട് പ്രാർത്ഥിക്കുക. അവരുടെ വീഡിയോകൾ വരുമ്പോൾ കാണുക. ഞാൻ കുറച്ചായിട്ട് അവരുടെ എല്ലാ വീഡിയോകളും
ഞാൻ മൊത്തത്തിലിരുന്ന് കാണുന്നുണ്ട്. അത് വേറൊന്നും കൊണ്ടല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ അങ്ങനെയൊക്കെയാണോ, കുഞ്ഞു കുഞ്ഞു സഹായങ്ങളാ, അതങ്ങ് ചെയ്തു പോവുക, അത്രേ ഉള്ളൂ. മനസ്സിലായോ? അല്ലാതെ കാശ് കൊടുത്തല്ലെങ്കിൽ നമ്മൾ കൊടുത്ത കാശ് ഇത്രയും നിങ്ങൾ എൻ്റെ പുറകെ കാശ് കൊടുക്കൂ, ആ ഒരു മൈൻഡ് വെച്ചിട്ടൊന്നുമല്ല. വീഡിയോ കാണൂ, അത് നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് അല്ലേ? അങ്ങനെ അവരെ സപ്പോർട്ട് ചെയ്യും, അത് മതി. അവർക്ക് അതിനകത്തുനിന്ന് കാശ് കിട്ടിക്കോട്ടെ. പിടി കിട്ടിയോ? അങ്ങനെ അവർ മുന്നോട്ട് പോകട്ടെ. അവർക്ക് പൈസയുടെ ആവശ്യം ഉണ്ട്, ആർക്കാണെങ്കിലും, നിങ്ങൾക്ക് അറിയാലോ. ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് നമുക്ക് കാണാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.